നമസ്കാരം, ഞാൻ ജയന്താണ്. വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി. ഈ മക്കളെയൊക്കെ ഈ ദൂര സ്ഥലത്തേക്കൊക്കെ വിട്ട് പഠിപ്പിക്കുന്ന വിവരമില്ലാത്ത രക്ഷിതാക്കൾക്ക് വേണ്ടി ഉള്ള ഒരു ചിത്രമാണ് വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി. നമ്മൾ പിള്ളേരെ ചിലവരുണ്ട് ഈ പൈസയുടെയൊക്കെ ആഡംബരം കാണിക്കാനായിട്ട് മക്കളെയൊക്കെ UK, കാനഡയിൽ അങ്ങനെയൊക്കെ വിട്ട് പഠിപ്പിക്കുന്ന കുറേ വിവരമില്ലാത്ത കുറേ രക്ഷിതാക്കൾക്ക് വേണ്ടിയുള്ള ഒരു ചിത്രമാണ് ഈ ഒരു ചിത്രം. കൊച്ചി ബേസ്ഡ് ആയിട്ടുള്ള ഒരു കുട്ടി പുറത്തേക്ക് പോകുന്നു, അവിടെ പോയി പഠിച്ച് തോക്കുന്നു. പക്ഷേ അവിടത്തെ ഒരു കണക്ഷൻ വെച്ച് പുള്ളിക്കാരി നമ്മുടെ നാട്ടിൽ വന്നിട്ടൊരു കൊക്കൈൻ വിൽക്കുന്ന ഒരു ഡീലറായി മാറുന്നു ഈ കുട്ടി. എന്നിട്ട് ഈ കുട്ടിയുടെ ജീവിതം കൊഞ്ഞട്ടായി പോവാണ്. അതായത് നമ്മുടെ കൊച്ചി എന്താണ്, കൊച്ചിയിലെ വിവരമില്ലാത്ത ആൾക്കാർ അല്ലെങ്കിൽ കൊച്ചിയിലെ സ്ഥലത്ത് ഇങ്ങനത്തെ തെണ്ടിത്തരങ്ങൾ നടക്കുന്നു എന്ന് നാദൃശം നമുക്ക് ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന ഒരു ചിത്രമാണ്. ഇതേപോലത്തെ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞത് കൊണ്ട് തന്നെ മിക്കവാറും ഈ ഒരു പടം ഗ്രേഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. കാര്യം എന്ന് വെച്ചാൽ കൊച്ചി എന്ന് പറയുന്ന നഗരത്തിൽ എന്താണോ നടക്കുന്നത്, അവിടെ രാവിലെ ആണെങ്കിലും രാത്രിയിലും എന്താണോ നടക്കുന്നത് എന്ന് പച്ചയ്ക്ക് ജനങ്ങൾക്ക് മുമ്പിലേക്ക് കാണിച്ചു കൊടുത്തേക്കാണ് നമ്മുടെ നാദൃഷ എന്ന് പറയുന്നത്. എന്തായാലും ഇങ്ങനെ ഒരു സംഭവം തുറന്നു കാണിച്ചതിൽ സന്തോഷമുണ്ട്. ഒരു മീഡിയ പോലും കാണിക്കാത്തൊരു കാര്യമാണ്. എന്തായാലും ഇതേപോലെ വിവരമില്ലാത്ത മക്കളെയൊക്കെ പുറത്ത് പഠിപ്പിക്കുന്ന വിവരമില്ലാത്ത രക്ഷിതാക്കൾ എന്തായാലും തീർച്ചയായും പോയി കാണേണ്ട ഒരു ചിത്രമാണ് ഈ പറയുന്നത്. നമ്മുടെ ദേവിക സഞ്ജയ്, അർജുൻ അശോകൻ, പിന്നെ റാഫിയുടെ മകൻ മുബീൻ റാഫി, ഷൈൻ ടോം ചാക്കോ എന്നിവരൊക്കെ ഉള്ള ഒരു സിനിമയാണ്. പ്രത്യേകിച്ച് നമുക്ക് ഈ ഒരു കണ്ടന്റാണ് നമുക്ക് കഥയിൽ ഒരു പടത്തിലൂടെ ജനങ്ങൾക്ക് കൊടുക്കുന്ന ഈ ഒരു കണ്ടന്റാണ്. എന്നാലും നമുക്ക് തിയേറ്ററിൽ പോയി ഒരു ചെറു ചിരിയോടെ കണ്ടിറങ്ങാൻ പറ്റുന്ന ഒരു മനോഹരമായിട്ടുള്ളൊരു ചിത്രമാണ് ഇത്. യേശു ഈ വീടിന്റെ നാഥൻ എന്ന് പറയുന്ന ഒരു ചിത്രം OTT-ലായിരുന്നു. എന്തായാലും ഈ ഒരു പടം തിയേറ്ററിൽ തന്നെ നമ്മൾ പോയി തീർച്ചയായിട്ടും കാണണം. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായിട്ടൊന്നും ഈ ചിത്രത്തിലില്ല. കൊച്ചി എന്താണ്, കൊച്ചിയിൽ നടക്കുന്ന തെണ്ടിത്തരങ്ങൾ എന്താണ് എന്ന് നിങ്ങൾക്ക് അറിയണോ? എന്നാൽ പോയി കണ്ടോ, ഒരു കുഴപ്പമില്ല. കൊച്ചി എന്ന് പറയുന്ന ഒരു നഗരം ഇത്ര വൃത്തികെട്ട നഗരമാണെന്നും ഇത്ര അഴുക്ക ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണെന്നും നമുക്ക് ഈ ഒരു പടം കാണുമ്പോഴത്തേക്ക് മനസ്സിലാവും. നമ്മുടെ ഉള്ള ഒരു കാര്യം ഞാൻ തുറന്നു പറയാം, നമ്മുടെ മക്കളൊക്കെ എല്ലാം നശിച്ചെന്ന് വെച്ചാൽ തൊലഞ്ഞിരിക്കുകയാണ്. ഓരോ പിള്ളേരൊക്കെ കാണിച്ച് കൂട്ടുന്ന കാര്യങ്ങൾ നമ്മളിപ്പോൾ ഈ TV-യിലും മൊബൈലിലൊക്കെ കാണുന്നത് മാത്രമല്ല, കൊച്ചിയിലെ നഗരങ്ങളിൽ ഇതേപോലെയുള്ള കാര്യങ്ങൾ നടക്കുന്നു. കൊച്ചിയിൽ മാത്രമല്ല, നമ്മുടെ ട്രിവാൻഡ്രത്താണെങ്കിലും കൊല്ലത്താണെങ്കിലും കോട്ടയത്താണെങ്കിലും ഇതിനെക്കാട്ടി പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. പക്ഷേ ഇതേപോലെ ആരും തുറന്ന് കാണിക്കുന്നില്ല. 5-ലും 6-ലും 7-ലും 8-ലും +1 +2 ഡിഗ്രി എല്ലാ പിള്ളേരും, പെൺകുട്ടികൾ മാത്രമല്ല ആൺകുട്ടികളെല്ലാം നശിച്ച് തൊലഞ്ഞിരിക്കുകയാണ്. നിങ്ങളുടെ മക്കൾ എങ്ങനെയാണ്, നിങ്ങളുടെ മക്കൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു പടം നിങ്ങൾ പോയി കണ്ടാൽ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും. അറിയാമെന്നുള്ളവർക്ക് പടം കാണണമെന്നില്ല, അല്ലാതെ തന്നെ മനസ്സിലാക്കാം. പക്ഷേ മേലെ പല കാര്യങ്ങൾ അറിയണമെങ്കിൽ എന്തായാലും തീർച്ചയായും പോയി കാണേണ്ട ഒരു ചിത്രമാണ് ഈ ഒരു ചിത്രം.